ആവശ്യത്തിന് ഉതകുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. പക്ഷേ ആവശ്യത്തിന് വേണ്ടി മാത്രം നിങ്ങളെ തിരഞ്ഞെടുക്കുന്നവനോ? ഇത്തരത്തിലുള്ള ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്കുണ്ടോ? ഞാനിനി ഇക്കാര്യം പറഞ്ഞാൽ അവനത് ഇഷ്ടപ്പെടുമോ എന്നോർത്ത് മാത്രം സ്വന്തം അഭിപ്രായങ്ങൾ പറയാതിരുന്നിട്ടുണ്ടോ? ഒരിക്കലും ആരോടും പറയരുതെന്ന് പറഞ്ഞ് സുഹൃത്തിനോട് പറഞ്ഞ കാര്യം നാട് മുഴുവൻ പാട്ടായിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ ഈ പറയുന്നത് നിങ്ങളെക്കുറിച്ചിട്ടാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടോക്സിക് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ശരിയായ സുഹൃത്തുക്കളെ കണ്ടെത്തുമ്പോഴാണ് സൗഹൃദം മനോഹരമാകുന്നത്. എന്നാൽ ചില സുഹൃത്തുക്കളോട് എത്ര ആത്മാർത്ഥത കാണിച്ചാലും ഒടുവിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. വിഷലിപ്തമായ ഇത്തരം സൗഹൃദങ്ങളിൽ നിന്നും അകലം പാലിക്കുന്നതാണ് മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യത്തിന് നല്ലത്. ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ സുഹൃത്തുക്കൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അവരെ ഒരു കയ്യകലത്തിൽ മാറ്റി നിർത്തുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇത്തരം പേർ അവരുടെ ലോകത്തിൽ മുഴുകിയിരിക്കുന്നതിനാൽ ചുറ്റുമുള്ളവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് മുഖം തിരിക്കും. എന്തു കാര്യവും സ്വന്തം തടി കേടാകുമോ എന്ന ആശങ്കയോടെ ആയിരിക്കും സമീപിക്കുക. ഇവരുമായുള്ള സൗഹൃദം നമ്മുടെ സമയം പാഴാക്കുമെന്ന് ഉറപ്പാണ്. ചുറ്റുമുള്ളവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുകയാണ് ഇവരുടെ ഹോബി. ഇതിനായി അവർ പല കൗശലങ്ങളും പ്രയോഗിക്കും. ഇരയായി ചമയും, നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടാക്കാൻ ശ്രമിക്കും. എപ്പോഴെങ്കിലും അവർ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചാൽ തന്ത്രപരമായ വിഷയം തിരിച്ചുവിടും. മനുഷ്യരായാൽ തെറ്റുപറ്റും, അത് അംഗീകരിച്ച് തിരുത്തി മുന്നോട്ടു പോവുകയാണ് വേണ്ടത്. എന്നാൽ ഈ വിഭാഗത്തിലുള്ളവർ ഒരിക്കലും തെറ്റുകൾ അംഗീകരിക്കാൻ കൂട്ടാക്കില്ല. ഇവരുമായി വഴക്കിട്ടാൽ അത് അവരുടെ തെറ്റുകൊണ്ടാണെങ്കിൽ പോലും ഒടുക്കം ക്ഷമ പറയേണ്ടത് നിങ്ങളായിരിക്കും. ഇത്തരക്കാരോടൊപ്പം ആരോഗ്യകരമായ സൗഹൃദം സാധ്യമല്ല. നിങ്ങളുമായി എല്ലാ കാര്യത്തിലും മത്സരിക്കുന്നയാളാണ് സുഹൃത്തെങ്കിൽ കരുതിയിരിക്കാം. കാരണം അത് വിഷലിപ്തമായ സൗഹൃദത്തിന്റെ ലക്ഷണമാണ്. നിങ്ങളുടെ നേട്ടത്തിന്റെ രഹസ്യം കണ്ടെത്താനാകും അവർ ചിലപ്പോൾ ഒപ്പം കൂടുന്നത്. അവർക്ക് നിങ്ങളോട് അസൂയയും മത്സരബുദ്ധിയും മാത്രമാണ് ഉണ്ടാവുക. ഏതൊരു വ്യക്തിക്കും അവരുടെ ജീവിതത്തിൽ ചില നിഷ്ഠകൾ ഉണ്ടാകും, അവരുടേതായ ശരികളും നിബന്ധനകളുമൊക്കെ. ഇത് ബഹുമാനിക്കാൻ എത്ര അടുത്ത സുഹൃത്തായാലും തയ്യാറാവേണ്ടതുണ്ട്. അത്തരത്തിൽ ബഹുമാനിക്കാത്ത സുഹൃത്തുക്കളെ നീക്കി നിർത്താം. നിങ്ങളുടെ വേദനകളിലും സന്തോഷങ്ങളിലുമൊക്കെ മുഖം തിരിക്കുന്നവർക്ക് സുഹൃത്താകാനുള്ള യോഗ്യതയില്ല. നിങ്ങൾ വേദനിക്കുമ്പോൾ സഹാനുഭൂതി പ്രകടിപ്പിക്കുന്നവരാകണം സുഹൃത്തുക്കൾ. കരയാനൊരു തോൾ നൽകാനും ആശ്വസിപ്പിക്കാനും അവർക്കാകണം. വൈകാരികമായി പിൻവലിഞ്ഞ് സുഹൃത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ തനിക്കെന്താ എന്ന മനോഭാവം പുലർത്തുന്നവരെ ഒഴിവാക്കുക. നിങ്ങളുടെ സ്നേഹവും പരിചരണവും സമയവും ശ്രദ്ധയുമെല്ലാം അവർക്ക് വേണം. പക്ഷെ തിരിച്ച് നിങ്ങൾക്ക് അത് വേണ്ടിവരുന്ന സമയത്ത് അവരുടെ പൊടി പോലും കാണില്ല. ബന്ധങ്ങൾ വൈകാരികമായ നിക്ഷേപങ്ങളാണ്. തിരിച്ചൊന്നും നൽകാതെ ഒപ്പം നടക്കുന്നവരെ ഒഴിവാക്കാം. ഇത്തരക്കാരുടെ ജീവിതം മുഴുവൻ നാടകീയത നിറഞ്ഞതാകും. എപ്പോഴും ആരെങ്കിലോടുമൊക്കെ വഴക്കിട്ടും അമിതമായി പ്രതികരിച്ചും ചെറിയ കാര്യങ്ങളെ ഊതിപ്പെരിപ്പിച്ചും എല്ലാത്തിൻ്റെയും കേന്ദ്രബിന്ദു താനാകണമെന്നാഗ്രഹിച്ചും ജീവിക്കുന്നവർ. ഇത്തരക്കാർ സുഹൃത്തുക്കളായാൽ നിങ്ങളുടെ ജീവിതം ദുസ്സഹമാകും. അങ്ങനെയുള്ള സുഹൃത്തുക്കളെ ഒഴിവാക്കാൻ മടിക്കേണ്ടതില്ല. മറ്റൊരാളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്ഥാനം എന്തെന്ന് അറിയേണ്ടത് പ്രധാനമാണ്. അതിന് നിരീക്ഷണം ആവശ്യമാണ്. സുഹൃത്തുക്കൾ പരസ്പരം സഹായഹസ്തരാകണം. എന്നാൽ സഹായം ചോദിച്ചു മാത്രം നിങ്ങളെ തേടി വരുന്ന സുഹൃത്തിനെ വിശ്വസിക്കാനാകില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരാൾ മാത്രമായി നിങ്ങളെ കാണുന്ന ആൾക്ക് ഒരിക്കലും നിങ്ങളുടെ നല്ല സുഹൃത്താകാൻ സാധിക്കില്ല. കാലഘട്ടം ഏതുമാകട്ടെ, സൗഹൃദം വളരെ സുന്ദരമാണ്. പക്ഷേ സൗഹൃദങ്ങൾ അതിരുവിടാതെ കാത്തുസൂക്ഷിക്കുന്നതിലാണ് വിജയം. ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ ഇടിച്ചു കയറുന്നതും അയാളായി വിളിച്ചു വരുത്തുന്നതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഏതൊരു മനുഷ്യനും വ്യക്തിപരമായ ഒരിടം വളരെ പ്രധാനമാണ്. അവിടേക്ക് ഇടിച്ചു കയറുമ്പോഴാണ് പല സൗഹൃദങ്ങളിലും പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. സൗഹൃദം ആഴമേറിയതാണെങ്കിൽ എന്തുകൊണ്ടാണ് പലരുടെയും ഫ്രണ്ട് ലിസ്റ്റ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചേക്കേറുമ്പോൾ വെട്ടിത്തിരുത്തപ്പെടുന്നത്? സൗഹൃദമെന്ന ഊഷ്മളബന്ധത്തിന്റെ വ്യാപ്തി കൃത്യമായി അളക്കുന്നത് ഇവിടെയാണ്. ഈ വെട്ടിച്ചുരുക്കലിൽ നിന്നാണ് ജീവിതാവസാനം വരെ കൂടെ നിൽക്കുന്ന ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ എണ്ണം തിട്ടപ്പെടുത്താനാകുന്നത്. ഹൃദയത്തോട് എത്ര അടുത്ത ബന്ധമാണെങ്കിലും നല്ലതല്ലെങ്കിൽ ഇറങ്ങിപ്പോരുക എന്ന ആശയം സൗഹൃദത്തിലും മടികൂടാതെ നടപ്പാക്കണം. സുഹൃത്തുക്കൾ ടോക്സിക് ആണോ എന്ന് വിലയിരുത്തപ്പെടുന്നതിനോടൊപ്പം നിങ്ങളും ടോക്സിക് സുഹൃത്തായി മാറുന്നുണ്ടോ എന്ന് വിലയിരുത്തണം. സ്വന്തം പ്രവൃത്തികൾ കൂട്ടുകാരെ വേദനിപ്പിച്ചിട്ടുണ്ടോ?
ആത്മപരിശോധന നല്ലതാണ്. ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തിരുത്താൻ വൈകേണ്ട. ഒപ്പം ടോക്സിക് സുഹൃത്തുക്കൾക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ അവരെ ഒഴിവാക്കുക തന്നെയാണ്. നിങ്ങൾക്കും ടോക്സിക് ആയിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ടോ? താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്